ലിറ്റിൽ തോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധുനിക ഭൗതിക ശാസ്ത്രം എന്നറിയപ്പെടുന്ന ക്വാണ്ടം മെക്കാനിസത്തെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ക്വാണ്ടം മെക്കാനിസം ആധുനിക ഭൗതിക ശാസ്ത്രം എന്നറിയപ്പെടുന്നതിന് കാരണം ക്വാണ്ടം മെക്കാനിസത്തെ മറികടക്കുന്നതോ അതിനെ തിരുത്തുന്നതോ ആയ ഒരു തിയറികളും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും ക്വാണ്ടം മെക്കാനിസം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ക്വാണ്ടം എന്നത് ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണികയാണ്, വിഭജിക്കാൻ പറ്റാത്ത ഏറ്റവും ചെറിയ കണികയാണ്. ഇതിനെക്കുറിച്ച് വിശദമായി അപഗ്രഥിക്കുന്ന ഒരു തിയറിയാണ് ക്വാണ്ടം മെക്കാനിസം. ക്വാണ്ടം മെക്കാനിസം അടിസ്ഥാനമാക്കിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സർ ഐസക് ന്യൂട്ടന്റെ ഫിസിക്സും ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിസവും ജനങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ സാധാരണക്കാർക്ക് ക്വാണ്ടം മെക്കാനിസം മനസ്സിലായില്ല എന്ന് വേണം കരുതാൻ. കാരണം ക്വാണ്ടം മെക്കാനിസം പലപ്പോഴും നമുക്ക് വിശ്വസിക്കാനാകാത്ത വളരെ വിചിത്രമായ സ്വഭാവത്തിലുള്ള റിസൾട്ടുകളാണ് തരുന്നത്. ക്വാണ്ടം മെക്കാനിസത്തിന്റെ കീസ്റ്റോൺ എന്നറിയപ്പെടുന്ന ഡബിൾ സ്ലിറ്റ് എന്ന പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ന്യൂട്ടൺ എന്ന് പറയുന്നത് കണ്ടുപിടുത്തങ്ങളുടെ രാജാവാണ്, പ്രത്യേകിച്ച് ഫിസിക്സുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആണ്, അത് നിരന്തരമായി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ലൈറ്റ് എന്ന എഫക്റ്റ് ഉണ്ടാകുന്നത്. ഏകദേശം 1800-കളിൽ തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞൻ ഡബിൾ സ്ലിറ്റ് എന്ന മറ്റൊരു നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞരെ എത്തിച്ചത്. ഒരേ വേവ് ലെങ്തിൽ മാത്രം പ്രകാശം പുറത്തുവിടുന്ന ഒരു മോണോക്രോമാറ്റിക് ഏകവർണ്ണമായ ലൈറ്റ് എടുത്തതിനു ശേഷം അതിനെ 2 സ്ലിറ്റിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിടുമ്പോൾ നമുക്ക് 2 ലൈറ്റ് ആയിട്ട് തോന്നും, പക്ഷേ അത് കൊഹറന്റ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഒരേ വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആയിരിക്കും. അത്തരത്തിൽ 2 സ്ലിറ്റിലൂടെ കടത്തിവിട്ട് അതിനെ ഒരു ഭിത്തിയിൽ പ്രതിഫലിപ്പിക്കുക എന്ന പരീക്ഷണമാണ് തോമസ് യങ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിലൂടെ തോമസ് യങ് ലക്ഷ്യമാക്കുന്നത് ഇതിന്റെ ഔട്ട്കമോട് കൂടി ന്യൂട്ടന്റെ പാർട്ടിക്കിൾ സിദ്ധാന്തത്തിന് വലിയ ഭംഗം വരുത്തണമെന്നായിരുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു കുളത്തിന്റെ അടുത്ത് ചെന്ന് ഒരു കല്ലെടുത്ത് അതിലേക്ക് ഇട്ടാൽ അതിന്റെ വേവുകൾ ഉണ്ടാകുന്നതായി കാണാം. അതേസമയത്ത് നിങ്ങൾ 2 കല്ല് ഒരേ സമയം കുളത്തിലേക്ക് ഇട്ടാൽ അതിന്റെ 2ന്റെ വേവുകൾ ഉണ്ടാകുന്ന കാണാം. ഈ സമയത്ത് ആ 2ന്റെ വേവുകളിൽ ഒന്നിന്റെ ട്രഫും മറ്റൊന്നിന്റെ ട്രഫും കൂടി ചേർന്ന് വലിയൊരു ട്രഫും, അതേപോലെ ഒരു വേവിന്റെ ക്രസ്റ്റും മറ്റൊരു വേവിന്റെ ക്രസ്റ്റും കൂടി ചേർന്ന് വലിയൊരു ക്രസ്റ്റും ഉണ്ടാകുന്നു. പക്ഷെ ഇതേ സമയത്ത് ഒരു വേവിന്റെ ക്രസ്റ്റും മറ്റൊരു വേവിന്റെ ട്രഫും കൂടി ചേർന്നാൽ ഒന്നില്ലെങ്കിൽ ഒരു വലിയ വേവോ അല്ലെങ്കിൽ 2 കൂടെ കൂടി ചേർന്ന് അത് ക്യാൻസൽ ആവുകയോ ചെയ്യും. ഇതാണ് ലൈറ്റിന്റെ സ്വഭാവത്തിലൂടെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴി തോമസ് യങ് കണ്ടുപിടിച്ചത്. ലൈറ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമുക്ക് ലൈറ്റിനെ വേവ് ആയിട്ട് തന്നെ പരിഗണിക്കാം. പക്ഷെ ഇതേ പരീക്ഷണം വളരെ ചെറിയ പാർട്ടിക്കിൾസ് വെച്ച് ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് പ്രശ്നം കടന്നു വരാൻ ആരംഭിച്ചത്. അതായത് സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ച്, സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റംസിനെക്കാട്ടി ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അതേപോലത്തെ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് സ്ലിറ്റിലൂടെ ഒരു പാർട്ടിക്കിൾ ഗൺ ഉപയോഗിച്ച് ഓരോന്നോരോന്നായോ അല്ലെങ്കിൽ ഒരു കൂട്ടം മാസായിട്ടോ സ്ലിറ്റിലൂടെ കടത്തി വിടുമ്പോൾ അത് ചെന്ന് ഭിത്തിയിൽ പതിക്കുമെന്നാണ് വിശ്വാസം. സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രോണുകൾ ആ സ്ലിറ്റിന് നേരെ കോൺസെൻട്രേഷൻ കൂടിയ നിലയിലായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞൻ വിചാരിച്ചത്. പക്ഷേ ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ച ഇലക്ട്രോണുകൾ ലൈറ്റ് ചെയ്തതുപോലെ ഇന്റർഫെറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ആ സ്വഭാവം കാണിച്ചു. ഇലക്ട്രോണുകൾ പരസ്പരം ഇന്റർഫിയർ ചെയ്തിട്ടാണ് ഇന്റർഫെറൻസ് പാറ്റേൺ ഉണ്ടായതെങ്കിൽ നമുക്ക് ഓരോ ഇലക്ട്രോൺ വീതം സ്ലിറ്റിലൂടെ കടത്തിവിട്ട് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു ഇലക്ട്രോൺ സ്ലിറ്റ് കടന്ന് ഭിത്തിയിൽ പതിക്കും, അടുത്ത ഇലക്ട്രോൺ അതിന്റെ പുറകെ വരുന്ന ഇലക്ട്രോൺ അതേപോലെ അതിന്റെ കൂടെ ചെന്ന് പതിക്കും. അങ്ങനെ ഒരു സ്ലിറ്റിന്റെ നേരെ അതിന്റെ ഒരു പാറ്റേൺ, അടുത്ത സ്ലിറ്റിന്റെ നേരെ അടുത്തൊരു പാറ്റേണും ആയിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഓരോ ഇലക്ട്രോൺ വീതം കടത്തിവിടുന്ന ഈ പരീക്ഷണത്തിൽ എ എന്ന് പറയുന്ന സ്ലിറ്റിലൂടെയും കടന്നു പോവാം, ബി എന്ന് പറയുന്ന സ്ലിറ്റിലൂടെയും കടന്നു പോവാം. ചിലപ്പോൾ ഈ എയും ബി എന്ന് പറയുന്ന സ്ലിറ്റിന്റെ ഇടയിലുള്ള തടസ്സത്തിൽ തട്ടി പോകാതെയും ഇരിക്കാം. അങ്ങനെ എയിലൂടെ കുറെ ഇലക്ട്രോൺസ് പോയി, ബിയിലൂടെയും കുറെ ഇലക്ട്രോൺസ് പോയി. അങ്ങനെ ഒരുപാട് ഇലക്ട്രോൺ പതുക്കെ കടത്തി വിട്ടപ്പോൾ അവസാനം ആ റിസൾട്ടിലേക്ക് നോക്കിയപ്പോൾ, എന്ന് വെച്ചാൽ ആ ഇലക്ട്രോൺ ക്ലൗഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവിടെയും ഒരു ഇന്റർഫെറൻസ് പാറ്റേൺ ഉണ്ടാക്കി. ഇത് തെളിയിക്കുന്നത് ഇലക്ട്രോൺ തരംഗ സ്വഭാവമാണെന്നാണ്.
എങ്കിൽ പോലും ഒരു ഇലക്ട്രോൺ വീതം കടത്തി വിടുമ്പോൾ പോലും എങ്ങനെയാണ് പരസ്പരം തിരിച്ചറിഞ്ഞ് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കാമെന്ന് അവർ തീരുമാനിക്കുന്നത്? ഇലക്ട്രോണുകൾ കടത്തി വിടുമ്പോൾ അത് നേരെ ചെന്ന് സ്പ്ലിറ്റായി 2 സ്ലിറ്റിലൂടെയും കടന്നുപോയി ഉള്ളിൽ ചെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണോ എന്നൊക്കെ സയന്റിസ്റ്റുകൾക്ക് സംശയമുണ്ടായി. ഇലക്ട്രോണുകൾ സ്പ്ലിറ്റ് ആയിട്ടാണ് സ്ലിറ്റിലൂടെ കടന്നു പോകുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഡിറ്റക്ടർ സ്ഥാപിക്കാം. ഏതെങ്കിലും ഒരു സ്ലിറ്റിന്റെ അടുത്ത്, ഉദാഹരണത്തിന് നമുക്ക് എ സ്ലിറ്റ് തന്നെ എടുക്കാം. എ സ്ലിറ്റിന്റെ അടുത്ത് നമ്മളൊരു ഡിറ്റക്ടർ സ്ഥാപിച്ച് അത് കറണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എയിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോണുകൾ പോകുന്നതെങ്കിൽ ഡിറ്റക്ടർ തിരിച്ചറിയുകയും അത് ഫ്ലാഷ് കത്തിക്കുകയും ചെയ്യും. ബിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ബിയിലൂടെയാണ് പോയതെന്ന്. അങ്ങനെ ഇലക്ട്രോണുകൾ പതിയെ പതിയെ സ്ലിറ്റിലൂടെ കടത്തിവിട്ടു. അങ്ങനെ അവസാനം റിസൾട്ടിലേക്ക് നോക്കിയപ്പോൾ ഇന്റർഫറൻസ് പാറ്റേൺ അല്ല കണ്ടത്. അവിടെ എയ്ക്ക് നേരെ പോയ ഇലക്ട്രോണുകൾ എയ്ക്ക് നേരെ ഒരു കോൺസെൻട്രേഷൻ കൂടിയ ലൈനും ബിക്ക് നേരെ പോയ ഇലക്ട്രോണുകൾ ബിക്ക് നേരെ ഒരു കോൺസെൻട്രേഷൻ കൂടിയ ലൈനുമാണ് ഉണ്ടാക്കിയത്. ഇതേ പരീക്ഷണമാണ് നമ്മൾ നേരത്തെയും ചെയ്തത്. ഇവിടെ വന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഡിറ്റക്ടർ കൊണ്ട് സ്ഥാപിച്ചു. നമ്മൾ ഈ ഡിറ്റക്ടർ സ്ഥാപിച്ചത് എങ്ങനെ ഇലക്ട്രോണുകൾ അറിഞ്ഞു? നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം ഇലക്ട്രോണുകൾ തിരിച്ചറിഞ്ഞതുപോലെ അതൊരു പാർട്ടിക്കിൾ നേച്ചറാണ് കാണിച്ചത്. അത് സാധാരണ വേവ് പോലെയുള്ള നേച്ചർ അല്ല കാണിച്ചത്. എന്നാൽ ശരി, ഡിറ്റക്ടർ അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇലക്ട്രോൺ അറിയാതെ പതിയെ ഡിറ്റക്ടർ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോൺ വിചാരിക്കും ഡിറ്റക്ടർ അവിടെ തന്നെ ഇരിപ്പുണ്ട്, നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ തന്നെ കാണിച്ചാൽ മതിയെന്ന്. ഇവിടെ ഇലക്ട്രോൺ വിചാരിക്കുമെന്ന് പറഞ്ഞത് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഇലക്ട്രോൺ ചിന്തിക്കാനുള്ള കഴിവുണ്ടായത് കൊണ്ടല്ല. അങ്ങനെ ഡിറ്റക്ടർ പതിയെ അങ്ങ് ഓഫാക്കി. എന്നിട്ട് ഓരോ ഇലക്ട്രോൺ വീതം കടത്തിവിട്ടു. ഇപ്പോൾ ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചത് ഇലക്ട്രോണുകൾ പാർട്ടിക്കിൾ സ്വഭാവം കാണിക്കുമെന്നായിരുന്നു. പക്ഷേ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യാതിരുന്നപ്പോൾ ഇന്റർഫറൻസ് പാറ്റേൺ ആണ് കാണിച്ചത്. ഇതിൽ നിന്നും ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത് ഒബ്സർവ് ചെയ്യുമ്പോൾ ഡിറ്റക്ടർ ഓൺ ആയിരുന്നപ്പോൾ ഇലക്ട്രോണുകൾ പാർട്ടിക്കിൾ സ്വഭാവം കാണിക്കുകയും ഡിറ്റക്ടർ ഓഫ് എന്താണെന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്യാതെ ഇരുന്നപ്പോൾ ഇന്റർഫറൻസ് പാറ്റേൺ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അത് സമയത്തിന്റെയോ അപ്പാരറ്റസ് എന്ന ഉപകരണത്തിന്റെയോ കുഴപ്പമായിരിക്കാൻ വിചാരിച്ച് പലരും ഈ പരീക്ഷണം ചെയ്തു നോക്കി. ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, അത് പാർട്ടിക്കിൾ സ്വഭാവമേ കാണിക്കുന്നുള്ളൂ. ഒബ്സർവ് ചെയ്യുന്നില്ലേ, അത് ഇന്റർഫറൻസ് പാറ്റേൺ കാണിക്കും. ഈ റിസൾട്ട് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ സംശയം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ സ്ലിറ്റിലൂടെ കടന്നു ചെല്ലുന്ന ഒരു പാറ്റേൺ ഉണ്ടാകുന്നു. ഇതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്വഭാവ വ്യത്യാസത്തിന് കാരണം എന്ത്? ഇതാണ് ക്വാണ്ടം മെക്കാനിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളതിൽ ഏറ്റവും ഉത്തരം കിട്ടാത്തതായി നിലനിൽക്കുന്ന ചോദ്യം. ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വേവ് പാർട്ടിക്കിൾ ആവുന്നു എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. ഇതിന് പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതിൽ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനും മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് മാത്രമല്ല, ഒരുപാട് ഇന്റർപ്രിട്ടേഷൻ വേറെയും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.